ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്ത കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്ത കരങ്ങളുയർത്തി അടിച്ച് പാടാം. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തുന്ന നല്ല നാഥൻ, ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തുന്ന നല്ല നാഥൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താൻ കരങ്ങളുയർത്തി അടിച്ച് പാടാം. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ അവൻ കൃപ എന്നിൽ പകർന്നിടുന്നു, ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ അവൻ കൃപ എന്നിൽ പകർന്നിടുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ യേശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താൻ കരങ്ങളുയർത്തി പാടാം. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, എഴുന്നേറ്റ് നിന്നുകൊണ്ടോ ആരാധിക്കും ഞാൻ ആരാധിക്കും, എല്ലാവരും ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. കരമടിച്ച് ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. വിശ്വത്തോടെ ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ 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 ഞാൻ കരച്ചിടും, ആരാധിക്കും ഞാൻ ആരാധിക്കും, ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ
ഉയർത്തിയടിച്ച് എല്ലാവരും ചേർന്ന് ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തും നല്ല നാഥൻ. ജീവിതത്തിൻ മേടുകളിൽ യാത്ര ചെയ്യുവാൻ കരം പിടിച്ചു നടത്തുന്ന നല്ല നാഥൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും. അഭിഷേകത്തോടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും. ഒരു രാത്രി കണ്ടവോ ഈ പകലു കാണാതെ ലോകത്തോട് യാത്ര ചോദിക്കും. നല്ല നാഥനീ സുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താ. ഹല്ലേലൂയാ 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 ഞാൻ കരച്ചിടും. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കും ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ 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 ഞാൻ കരച്ചിടും. എല്ലാവരും ആരാധിക്കും ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. അഭിഷേകത്തോടെ ശക്തിയോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമേറി എല്ലാവരും ചേർന്ന് അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. എല്ലാവരും കുഞ്ഞുമക്കൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമേർത്തി സ്വരമേർത്തി. ശക്തി തരട്ടെ, ശക്തി തരട്ടെ. സ്വർഗീയ സിംഹാസനത്തിലോ സ്തുതികളുടെ സിംഹാസനത്തിലോ ഭൂഷനായിരിക്കുന്ന ദൈവം സ്വർഗം വെട്ടി ആലയത്തിലേക്ക് തന്റെ ജനത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്ന് ഓരോ മകനെയും മകളെയും ആ തന്റെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ അഭിഷേകം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. ദാവീദ് രാജാവ് കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ മുമ്പില് ദൈവത്തെ കണ്ടുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കുട്ടുമേലായിരിക്കാം. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവേ, ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ചില രോഗാരൂപികള് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ശരീരത്തെ, നമ്മുടെ നാവിനെ അനുവദിക്കത്തില്ല. മക്കള് പ്രാർത്ഥിച്ചേ. ചില തകർച്ചകളുടെ അരൂപികള്, പരാജയത്തിന്റെ ദുഷ്ടപിശാചുക്കള് ഉള്ളിലിരുന്നു കൊണ്ട് പറയും, മക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. സ്തുതിച്ചാൽ ദൈവകൃപ നിങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് സ്തുതിക്കില്ലേ എന്ന് സാത്താൻ ഉള്ളിലിരുന്നു കൊണ്ട്, ചില രോഗാരൂപികള്, ചില അലർജി രോഗങ്ങള് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളോട് പറയും. ചില വാതരോഗങ്ങള്, ചില പിത്തത്തിന്റെ രോഗങ്ങളൊക്കെ, ഇങ്ങനെയുള്ള രോഗാരൂപികൾ ശരീരത്തിരുന്നു കൊണ്ട് പ്രവണത തരും. മകനെ, മകളെ, നിന്റെ ഒരവയവം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനുവദിക്കരുത്. കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ചേ. ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ സാന്നിധ്യ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നേ. ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ വ്യാപരിക്കപ്പെടുന്നത്. പ്രാർത്ഥിച്ചു. ഓരോ മകനും മകളും തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച്, ഈശോയെ, കൃപ തരണേ, അഭിഷേകം തരണേ,
ശക്തി തരണേ എന്ന് ഓരോ മകനും മകളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കൺമുമ്പില്, ഞാൻ എൻ്റെ കൺമുമ്പില് ദൈവത്തെ കണ്ടു എന്ന് ദാവീദ് പറയുകയാണ്. എന്റെ വലതുവശത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ കണ്ടു ദാവീദ് പറയുകയാണ്. പറുദീസ കണ്ടുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. രക്ഷകനായ ദൈവത്തെ മുന്നിൽ ദർശിച്ചുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺമുമ്പില് ദൈവമുണ്ട്. പരിശുദ്ധ കുർബാനയില് കണ്ണുകളൊന്ന് ഉയർത്തി ഒന്ന് നോക്കാവോ അപ്പത്തിലേക്ക്? വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് ഒന്ന് ദർശിക്കാമോ ക്രിസ്തുവിനെ പരിശുദ്ധ കുർബാനയില്? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പരിശുദ്ധ കുർബാനയില് ഒന്ന് ദർശിക്കാമോ? പിതാവിന്റെ വലതുഭാഗത്ത് ഉപോഷനായിരിക്കുന്ന യേശുവിനെയാണ് ദാവീദ് രാജാവ് ആത്മാവിൽ നിറഞ്ഞ് കണ്ടെത്തിയത്. ഉയർത്തെഴുന്നേറ്റവനെയാ, ഉത്ഥാനത്തിന്റെ ശക്തിയാണ് ദൈവം ദാവീദിന് വെളിപ്പെടുത്തിക്കൊടുത്തത്. മക്കൾ പ്രാർത്ഥിച്ച് തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് നമ്മെ സന്തോഷഭരിതരാക്കുന്നു. ഒരിക്കൽ കൂടി കരഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെച്ചുകിട്ട് കണ്ണുകൾ അടച്ച് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഇപ്പോൾ സന്തോഷഭരിതരാക്കണമേ. കുടുംബത്തിലെ ചില അനർത്ഥങ്ങള്, മദ്യപാനം, മയക്കുമരുന്ന്, ദുശീലങ്ങള്, ദേഷ്യം, അരിശം, കോപം, ഭിന്നത, വിഭാഗിചിന്ത, വിദ്വേഷമൊക്കെ കുടുംബത്തിൽ നിന്ന് പട്ടിയിറങ്ങണം മക്കളേ. ആത്മാവ് കുടുംബത്തില് ആവശ്യിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ രാജാവ് അവിടെ നിലകൊള്ളുകയാണ്. എന്റെ കുടുംബത്തിലോ എന്റെ കുടുംബജീവിതത്തിലോ ഇന്ന് സമാധാനമില്ല എങ്കിലോ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നില്ല. മക്കൾ പ്രാർത്ഥിച്ച്, ദൈവ സാന്നിധ്യം വെളിപ്പെടാത്തത് കൊണ്ടാണ് സന്തോഷമില്ലാത്തത്. നിന്റെ ജീവിതത്തില് ദുഃഖമുണ്ടോ? അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാത്തതാണ് ദുഃഖത്തിന്റെ കാരണമെന്ന് സങ്കീർത്തകനായ ദാവീദ് പറയുന്നു. മക്കൾ പ്രാർത്ഥിച്ച്, നിന്റെ ജീവിതത്തിന് അഭിവൃദ്ധിയില്ല എങ്കിൽ അതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടാത്തത് കൊണ്ടാണ്. കർത്താവിനോട് പ്രാർത്ഥിച്ചേ, ദാവീദ് അനുഭവിച്ചതുപോലെ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അനുവദിക്കത്തില്ല. എന്റെ ആത്മാവിനെ പാതാളത്തില് അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിച്ചു കളയില്ല. ഈശോയെ, എന്റെ ആത്മാവിനെ അവിടുത്തെ മഹത്വത്തിലേക്ക് മരണാനന്തരം പ്രവേശിപ്പിക്കണമേ എന്ന് ഞാനും നിങ്ങളും തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പാതാളത്തിൽ അവിടുന്ന് ഉപേക്ഷിച്ചു കളയുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിലാ ഞാനും നിങ്ങളും. നമുക്ക് ഈ നിമിഷങ്ങളിൽ മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോടൊക്കെ ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. ദൈവജനം മുഴുവനും പാടി പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ സ്വരമുയർത്തി തന്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത ദാവീദ് രാജാവിന്റെ ആ വലിയ പ്രാർത്ഥനയോട് നമ്മുടെ ശരീരത്തെ നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, കരങ്ങൾ വീശി പാടാം.
ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ചേർന്ന് പാടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗ്രഹത്തിലൊരായിരം വാഴ്വതേക്കാളെത്ര മോഹനം അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗ്രഹത്തിലൊരായിരം വാഴ്വതേക്കാൾ എത്ര മോഹനം ചേർന്ന് പാടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ഒന്നിച്ച് പാടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന തിരുനാമമെന്നും പ്രകീർത്തിക്കാം ജനതകൾ മധ്യേ പ്രഘോഷിക്കാം ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം തിരുനാമമെന്നും പ്രകീർത്തിക്കാം ജനതകൾ മധ്യേ പ്രഘോഷിക്കാം ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം ഒന്നിച്ച് പാടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന മാലാഖവർണ്ണങ്ങളോട് ചേർന്ന് പാടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ശബ്ദം ഉയർത്തി ഒന്നിച്ച് പാടാം ഹല്ലേലൂയ 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 ചേർന്ന് പാടാം ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലു ഹല്ലേലൂയ സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലു ഹല്ലേലൂയ എല്ലാവരും കരം വീശിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലു ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലു ഹല്ലേലൂയ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലു ഹല്ലേലൂയ 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 ഹല്ലേലു ഹല്ലേലൂയ സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. ആരാധന 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, ശക്തി തരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ, ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും സ്വതന്ത്രമായിട്ട് വിളിക്കാമോ? ജീവനുള്ള ദൈവത്തെ വിളിക്കാമോ? സുഖപ്പെടുത്തുന്ന യേശുവിനെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നന്ദി പറഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്റെ പേര് തങ്കമ്മ, ഞാൻ ഇടവക്കാരിയാണ്, ആർപ്പുക്കരയിലാണ് താമസിക്കുന്നത്. ഈ കാലിനുണ്ടായ വേദന മൂലം വീട്ടിൽ നിന്ന് നടയിറങ്ങി പോരാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തുപോയി തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും അതിശക്തമായ ശാരീരിക വേദന അനുഭവിച്ചിരുന്നു. വെള്ളിയാഴ്ച 2-ാം തീയതി ആരാധനയ്ക്ക് കൈപൊക്കി സ്തുതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് കൈപൊക്കി സ്തുതിച്ചു പറഞ്ഞു, ഇന്ന് സൗഖ്യപ്പെടുത്തിയാൽ സാക്ഷ്യം ഇട്ടുകൊള്ളാം. വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. കർത്താവിന്റെ തിരുസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് കര ഉയർത്താൻ പറ്റുന്നില്ല, ഇന്ന് ഈ ദിവസം എന്റെ കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ശക്തി നൽകിയാൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്താം എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി സഹോദരിയെ തങ്കമ്മ ചേച്ചിയെ കർത്താവ് സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ട്രീസ എന്ന സഹോദരി ഓസ്ട്രേലിയയിൽ സാക്ഷ്യപ്പെടുത്തി. ആരാധനയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ജോലിയിൽ പ്രൊമോഷനുള്ള ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുകയും പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. ഏപ്രിൽ 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ പുതിയ ജോലിക്കുള്ള ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ എനിക്ക് സുഖമില്ലാതെ കുറെ ദിവസങ്ങൾ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. ഒരു ദിവസത്തെ ശമ്പളം ദേവാലയത്തിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രാർത്ഥനയുടെ ഫലമായി സുഖപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ആലയത്തിൽ സമർപ്പിച്ചുള്ള ഒരു ദിവസത്തെ ശമ്പളം സമർപ്പിച്ചേക്കാമെന്ന് നേർന്നപ്പോൾ സൗഖ്യം കിട്ടി. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? സുഖപ്പെടുത്തിയ യേശുവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഇടവകയില് വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബം സാക്ഷ്യപ്പെടുന്ന ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. മകൾക്ക് നല്ല ജീവിത പങ്കാളി ലഭിക്കുവാനായി പ്രാർത്ഥനയുടെ ഫലമായി വിചാരിച്ചതിലും വളരെ ഭംഗിയായി വിവാഹം നടക്കുകയും നല്ലൊരു ജീവിത പങ്കാളി ലഭിച്ചതിന് 1000 നന്ദി രേഖപ്പെടുത്തുന്ന കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നന്ദി പറഞ്ഞ് കരമെ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, മക്കൾക്കായി ഇറങ്ങിയിടുന്നു. പലവിധമാം പ്രതികൂലങ്ങൾ പല വഴിയാ ചിതറിയിടുന്നു. കരങ്ങളുയർത്തി പാടാം. തോക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. ചേർന്ന് പാടാം. തോക്കില്ല നമ്മൾ, ജയവീരർ
നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. നന്ദി. ഹല്ലേലൂയ. ജിജി റജി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നപ്പോ കുറച്ച് വസ്തു വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ചു. 15 ലക്ഷം രൂപയോളം ആ വസ്തുവിന് വില വരുമായിരുന്നു. പകുതി പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചു. പല തടസ്സങ്ങളുണ്ടായെങ്കിലും 13 വെള്ളിയാഴ്ച തുടർച്ചയായി വന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പല തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അവയെല്ലാം തരണം ചെയ്ത് 13 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ആരാധനയിൽ വന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇവിടെ ആരാധനയിൽ പാർശ്വന്റെ ഫലമായി പലരുടെ കൈകളിൽ നിന്നും ദൈവം സമ്പത്ത് തക്ക സമയത്ത് നൽകി. പലരുടെ വ്യക്തികളിലൂടെ പ്രവർത്തിച്ചു ഈശോ. അങ്ങനെ ആ ആധാരം പറഞ്ഞ സമയത്ത് നടന്നു എന്ന് സാക്ഷ്യപ്പെടുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാണി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നതിന്റെ ഭർത്താവിന് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ്റിൽ അസ്വസ്ഥതകളും വേദനയുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായി ഇപ്പോൾ ആഹാരം കഴിച്ചാലും യാതൊരു കുഴപ്പമില്ല. ദിപികാരണ ഈശോ ആ മകനെ സുഖപ്പെടുത്തി. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. തടിയൂരുന്ന ബിനോയ് എന്ന സഹോദരൻ സാക്ഷി, എന്റെ സഹോദരന് നല്ല ഒരു ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വിശ്വാസ അനുഭവ ധ്യാനത്തിലും ആരാധനയിലും പ്രാർത്ഥിക്കുകയും ബ്രദറിനോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തു. ഇന്നലെ 16/4/2015 സഹോദരന്റെ വിവാഹം ഭംഗിയായി നടന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി. നിങ്ങളുടെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. അതും ഭംഗിയായി പൂർത്തീകരിച്ചു എന്ന് സാക്ഷ്യപ്പെടുന്നു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാം, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, പവന സ്നേഹം നുകർന്നീടാം, ആ സ്നേഹമേവത്വം പകർന്നീടാം. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. തോമസ് എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. കുറെ നാളുകളായി എന്റെ ഇടത് കൈ ഉയർത്തുവാൻ സാധിക്കാത്ത വിധം അസഹനീയമായ വേദനയായിരുന്നു. ഇവിടുത്തെ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി പരിപൂർണമായ സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? റോസമ്മ എന്ന സഹോദരി പാലായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ICC പരീക്ഷയിൽ കുട്ടിക്ക് 1-2 വിഷയങ്ങൾ തോൽക്കുകയും 15 താഴെ കുട്ടികൾ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 15 താഴെയുള്ള കുട്ടികൾക്ക് 15 താഴെ കുട്ടികൾക്ക് തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് അവിടെ അധ്യാപകർ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഈ സഹോദരി ആ കുട്ടികൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ കുട്ടികളെല്ലാം 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയെ പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന് ഒരു നന്ദി പറയുക. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഓരവൈരിயின் കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഓരവൈരിயின் കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നന്ദി. ഹല്ലേലൂയ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എനിക്കൊരു നല്ല ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഗൾഫിലോട്ട് ഒരാൾ പറഞ്ഞ് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് ഒരു വ്യക്തി പറഞ്ഞു. അത് സാധിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോയുടെ സഹായം വേറൊരു രീതിയിലായിരുന്നു എന്ന് സഹോദരൻ പറയുക. MRF-ല് അദ്ദേഹത്തിന് ജോലി കിട്ടി, സീനിയർ അസിസ്റ്റന്റ് ആയിട്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ വ്യക്തി ചോദിച്ചു വന്ന് ഈശോ കൊടുത്തത് ശ്രേഷ്ഠമായത് മറ്റൊന്ന്. ഈ ദേശത്ത് തന്നെ ആ സഹോദരനെ അനുഗ്രഹമാക്കി ഈശോ രൂപപ്പെടുത്തി. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഈ ദേശത്ത് എന്നെ അനുഗ്രഹമാക്കണേ. ആ സഹോദരൻ പ്രാർത്ഥിച്ച പ്രകാരം വിദേശത്ത് എന്നെ അനുഗ്രഹമാക്കണമേ എന്ന്. ഈശോ എന്താ ചെയ്തേ? ഈ ദേശത്ത് അദ്ദേഹത്തെ അനുഗ്രഹമാക്കി രൂപപ്പെടുത്തി. കരമുയർത്തി ഈ ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് ജോലി ഇല്ലാത്ത മക്കള് എല്ലാം ചേർന്ന് ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? ജോലി തടസ്സം നേരിടുന്നവരാ, വിദ്യാഭ്യാസ മേഖലയിലോ പരാജയം നേരിടുന്ന മക്കള് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആത്മാവ് ശരീരങ്ങളിലോ വെളിപ്പെടട്ടെ. പഠന വൈകല്യമുള്ള മക്കള് തമ്പുരാന്റെ സന്നിധിയില് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് വ്യാപരിക്കട്ടെ. പഠനത്തിന് വൈകല്യം കൊടുക്കുന്ന ദുഷ്ടപിശാച് യേശുനാമത്തില് വിട്ടൊഴിഞ്ഞു പോകട്ടെ. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ. ദയ എന്നുമുള്ളത് അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ. ദയ എന്നുമുള്ളത് നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഓരവൈരിயின் കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഓരവൈരിயின் കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. 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 നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ.
സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ദൈവം നല്ലവനല്ലോ പുകഴ്ചയ്ക്കും സ്വരമേർത്തി വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. സ്വതന്ത്രമായിട്ട് വിളിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഈശോ പ്രവർത്തിക്കുന്നു. യേശുനാമത്തിലോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ ഇപ്പോൾ സംഭവിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് മക്കള് യേശുവിന്റെ മക്കൾ യേശുവിനെ വിളിക്കുന്നു. ദാവീദിന്റെ പുത്ര കനിയണമേ ഈശോയെ. നന്ദി ദൈവമേ നന്ദി. വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ ശക്തി ദേശങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ മകനിലൂടെയും മകളിലൂടെയും ദൈവിക ശക്തി വ്യാപരിച്ച് അനേകായിരങ്ങള് ഈ ആലയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു നന്ദി അർപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ജാക്സൺ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. എന്റെ പപ്പ ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. എനിക്ക് മുകളിൽ 2 ചേച്ചിമാരുണ്ട്. അവർ വിവാഹം കഴിഞ്ഞ് ഒരാൾ ലണ്ടനിലും മറ്റേയാൾ ഖത്തറിലും നേഴ്സുമാരായി കുടുംബസമേതം താമസിക്കുന്നു. വീട്ടിൽ ആവശ്യമുള്ള സ്വത്തുണ്ട്. ബാക്കി കാര്യങ്ങൾക്ക് ചേച്ചിമാർ നൽകുമായിരുന്നു. ഞാൻ BSc ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച വ്യക്തിയാണ്. എനിക്ക് ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഖത്തറിലേക്ക് പോകുവാൻ ചേട്ടനും എന്നെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. പോകാൻ തോന്നിയിരുന്നില്ല എന്ന് സഹോദരൻ പറഞ്ഞു. ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അന്നു മുതൽ ജോലി ചെയ്യാനുള്ള ആവശ്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവളുടെ മമ്മിയും പപ്പായും എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ആരാധനയിൽ കൂടുന്നതിന്റെ ഫലമായി അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൾ സാക്ഷ്യപ്പെടുത്തി. ഞാനും കുടമാളൂർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി. എനിക്ക് ഖത്തറിൽ 1 മാസത്തെ വിസിറ്റിംഗ് വിസ ചേച്ചി അയച്ചു തരികയും അവിടെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയും എല്ലാം പാസ്സാകുകയും 1 മാസത്തിനകം വിസയും ടിക്കറ്റും കമ്പനി അയച്ചു തരികയും ചെയ്തു. ഇവിടെ സാക്ഷ്യം എഴുതി ഇട്ടുകൊള്ളാമെന്ന് നേർന്നു. ആദ്യത്തെ ശമ്പളത്തിന്റെ 10% ഈ ആലയത്തിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു ജോലി വിദേശത്ത് ലഭിച്ചുവെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെട്ടു. അതുപോലെ ആ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കുവാനും അവിടെ ജോലിയിൽ തുടരുക ഓവർ ടൈം ഒക്കെ ചെയ്ത് ജോലി ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ആ സഹോദരൻ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുമുണ്ട്. കരങ്ങൾ ഉയർത്തി നമ്മളിലൂടെ ഓരോ വ്യക്തികളിലൂടെയും ഈ ദൈവത്തിന്റെ കാരുണ്യം ഈ ആലയത്തിൽ വന്ന് അനുഭവിക്കുവാനുള്ള വലിയ കൃപ ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പനും അമ്മയും വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മകൾക്ക് കിട്ടിയ ആ ദൈവത്തിന്റെ കാരുണ്യത്തെ അവൾ പ്രഘോഷിച്ചപ്പോൾ ആ മകനും വന്ന് ആ കർത്താവിന്റെ കാരുണ്യത്തിൽ പങ്കുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. സമരയാക്കാരി സ്ത്രീയുടെ അഭിഷേകം. പ്രിയ ദൈവജനമേ, അവൾ ദേശത്തേക്ക് കടന്നു എന്ന് പറഞ്ഞത് ഈ യേശുവിനെ കുറിച്ച് സുഖപ്പെടുത്തുന്നവനെ അനുഗ്രഹിക്കുന്നവനെ പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെയാണ് സമരയാക്കാരി സ്ത്രീ മറ്റു ജനത്തോട് മറ്റു മക്കളോട് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് യേശുവിനെ കണ്ട് അനുഗ്രഹം തേടി. എല്ലാ മക്കളും അനുഗ്രഹം പ്രാപിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ആരാലും അസാധ്യമെന്നു പറഞ്ഞ്
സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ശക്തിയോടെ വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ മാറാതെപ്പോഴും നിൻ ചാരയുണ്ട്. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ മാറാതെപ്പോഴും നിൻ ചാരയുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ കൂടെയുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഉയർത്തിയെടുത്ത് പാടാം. മാറായിൻ കൈപ്പിനെ മാധുര്യമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലോ. മാറായിൻ കൈപ്പിനെ മാധുര്യമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലോ. മരുഭൂമിയിൽ മന്ന ദാനമായി നൽകി മക്കളെ പോറ്റിയ ദൈവമല്ലോ. മരുഭൂമിയിൽ മന്ന ദാനമായി നൽകി മക്കളെ പോറ്റിയ ദൈവമല്ലോ. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്വരമേർത്തി സ്വരമേർത്തി എല്ലാവരും സ്തുതിച്ചേ, ശക്തമായിട്ട് സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധ ബലിയുടെ ശക്തി നിറയട്ടെ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ കാരുണ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അസൗഖ്യമായി, അനുഗ്രഹമായി, അഭിഷേകമായി, വിടുതലായി ശരീരത്തിലോ വെളിപ്പെടട്ടെ. രോഗാരോപികളോ ശരീരങ്ങളിൽ നിന്ന് യേശുനാമത്തിലോ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാരക രോഗങ്ങളോ ശരീരങ്ങളിൽ നിന്ന് യേശുവിന്റെ അത്ഭുത ശക്തിയാല്, പരിശുദ്ധ ബലിയുടെ ശക്തിയാല് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. നട്ടിലിന്റെ വേദന ഈശോ ഏറ്റെടുക്കുന്നു. കരമുയർത്തി സ്തുതിച്ചേ.
നടുവിന്റെ വേദന ഈശോ ഏറ്റെടുക്കുന്നു. കൈകളുടെ തോളിന്റെ വേദന ഈശോ ഏറ്റെടുക്കുന്നു. മുട്ടുകളുടെ വേദന ഈശോ ഏറ്റെടുക്കുന്നു. ഉദര സംബന്ധമായ പീഡകള് ഈശോ ഏറ്റെടുക്കുന്നു. കരമുയർത്തി വിളിക്കാം, ഈശോയേന്ന് 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 വിളിക്കാം. നമുക്ക് മുട്ടുമേലായിരിക്കാം. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന മണിക്കൂറുകളിലേക്ക് നാം കടന്നു വരികയാണ്. മുട്ടുമേലായിരിക്കാം. എല്ലാ നിയമങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. ശുശ്രൂഷയെ സമർപ്പിക്കാം, ശുശ്രൂഷകരെ സമർപ്പിക്കാം. ഇനി കടന്നു വരുന്ന ശുശ്രൂഷ സമർപ്പിക്കാം. ബൈക്കത്ത് സെന്റ് ആന്റണീസ് ചർച്ചിൽ ഇതിനുശേഷം നമ്മുടെ ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങൾ ആ ശുശ്രൂഷ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ദിവികാരുണ്യ ആരാധന, അതിനുശേഷമുള്ള ദിവികാരുണ്യ പ്രദർശനം ഈ ടീമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് ആ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വലിയ അഭിഷേകം വ്യാപരിക്കുവാൻ, ഈ ആലയത്തിൽ വ്യാപരിക്കുന്ന അതേ ദൈവിക സാന്നിധ്യത്തിന്റെ അഭിഷേകം അവിടെ ഓരോ മക്കളിലും വെളിപ്പെടുവാൻ, കർത്താവിന്റെ ഈ ശക്തി, ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ ദേശത്തു നിന്ന് മക്കൾ ഈ ദേശത്തേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. ശുശ്രൂഷകരെ മുഴുവൻ സമർപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ശുശ്രൂഷയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി, മറ്റൊന്നും തന്നെ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ മക്കൾ കടന്നു വരണം. ദൈവം ആഗ്രഹിക്കുക. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ധ്യാനത്തെ സമർപ്പിക്കാം. കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന വിശ്വാസ അനുഭവ ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ ടീമിന്റെ ധ്യാനമാണ്. ആ ധ്യാനത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 26 മുതൽ ആരംഭിക്കുന്ന ധ്യാനം. ഏകദേശം 250ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. 160-170 പേർക്കുള്ള സീറ്റേ ഉള്ളൂ. ബാക്കി അവിടെ ക്രമീകരിക്കപ്പെടണം. അവയെല്ലാം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അടുത്ത ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. മെയ് മാസത്തില് അവസാനത്തെ 4ാമത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിക്കാം. എല്ലാ മാസത്തിന്റെയും 4ാമത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അനേകായിരങ്ങള് ദൈവത്തിന്റെ മഹത്വം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുവാൻ, ദൈവവചനം സ്വീകരിക്കുവാൻ കടന്നു വരുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. ഈ ധ്യാന ടീമിനെ അഭിഷേകം ചെയ്യണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ഇന്റർനെറ്റിലൂടെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ദേശത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തെയും ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടക്കുന്ന കുടുംബത്തെയും കുടുംബങ്ങളെ അവിടെ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ദിവികാരണനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ദൈവാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കപ്പെടട്ടെ. എല്ലാ നിയോഗവും കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദശാംശം സമർപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. കരമുയർത്തി തീഷ്ണതയോടെ സ്തുതിച്ച് ദൈവമഹത്വം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യുവജനങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. അധ്യാപകരിലേക്ക് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. വിദ്യാർത്ഥികളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
യേശുവിലേക്ക് കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ടുകൊണ്ട് ഒന്ന് നോക്കിക്കൊണ്ട് ഉത്ഥാനം ചെയ്ത് യേശുവിനെ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ ദർശിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനോമോക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരി നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. പാപത്തെ പരാജയപ്പെടുത്തുവാൻ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഉള്ളകയിൽ നിന്ന് വ്യാപരിക്കപ്പെടുകയാണ്. ആണിപ്പെടുത്തുള്ള കരങ്ങളാൽ അവിടെ നമ്മെ മോചിപ്പിക്കുക. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ജഡികമായ ആസക്തികൾക്ക് പ്രേരണ തരുന്ന ദുഷ്ടപിശാചിന്റെ പ്രവർത്തികളിൽ നിന്ന് മോചിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകം ഇതാ വ്യാപരിക്കുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രലോഭകനെ അതിജീവിക്കുവാൻ, വചനത്താൽ അവയെ നീക്കിക്കളയുവാനുള്ള ശക്തിയും കരുത്തും ബലവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഉത്ഥാനം ചെയ്ത യേശുവിനെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നവനെ വിളിക്കാമോ? യുഗാന്ത്യം വരെ കൂടെയായിരിക്കുന്നവനെ വിളിക്കാമോ? കൂട്ടിന് വരുന്നവനെ വിളിക്കാമോ? കൂടെ വസിക്കുന്നവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന എന്നേരവും ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന